ഗുഡ് മോർണിംഗ്. ഫാദർ എന്താ ഇത്ര രാവിലെ തന്നെ? ഞാൻ ഈ വഴി പോയപ്പോൾ ഒന്ന് കയറിയെന്നുള്ളൂ. ആ എന്താ വേർതിരിക്കുന്നത്? അടുക്കള വല്ല പണിയായിരുന്നു? ഒരു ചായ ഉണ്ടാക്കുമായിരുന്നു. എന്നാൽ എനിക്കൊരു ചായ എടുക്കാം. പിന്നെന്താ ഇരിക്കും. എല്ലാ സൗകര്യം ഉണ്ടല്ലോ. വളാം ഇതാ +2 പഠിക്കുന്ന കാലത്തൊന്നുള്ളതല്ലോ അല്ലേ? അല്ല, പുതിയത്. സിദ്ധാർത്ഥ്, ഈ ഫോട്ടോ നോക്കേ, വല്ലതും ഓർമ്മ വരുന്നുണ്ടോ? ഇത് ആനന്ദിന്റെ ബർത്ത്ഡേക്ക് എടുത്ത ഫോട്ടോസ് അല്ലേ? ഇതെങ്ങനെ ഫാദറിന് കിട്ടി? ഞാനിതിനു വേണ്ടി ആനന്ദിനെ വിളിച്ചു നോക്കി, പക്ഷെ അവൻ ഒഴിഞ്ഞു മാറിക്കളഞ്ഞു. അവസാനം മനു എനിക്ക് പറഞ്ഞു തന്നത് എവിടെ ഇരിക്കണം. മനു? മനു നിങ്ങളുടെ പഴയ ഫ്രണ്ടില്ലേ മനു? ഈ ഫോട്ടോയിൽ കാണുന്ന സിദ്ധാർത്ഥിൻ്റെ മുഖവും സൂസന് ക്ലൗൺ ഫേസിനോടുള്ള ഭയവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? സോറി ഫാദർ, എനിക്ക് കൊച്ചിയിലൊരു മീറ്റിംഗ് ഉണ്ട്. ഇപ്പം ഇറങ്ങി ലേറ്റ് ആവും. ഞാനൊന്ന് റെഡി ആവട്ടെ. നമുക്ക് പിന്നെ കാണാം ഫാദർ. ഇപ്പോൾ കുറച്ച് തിരക്കണം, പ്ലീസ്. ഞാൻ എപ്പോൾ കണ്ടാലും സിദ്ധാർത്ഥിന് വലിയ തിരക്കാണോ? ഇന്ന് ഏതായാലും ഇത് പറഞ്ഞിട്ട് പോയാൽ മതി. വീട്ടിൽ കയറി വരുന്ന വെറുതെ പോക്കിത്തരം കാണിക്കരുത്. മാറി ഫാദർ. ഒരു പുരോഹിതനാണെങ്കിലും എനിക്കും ചില അഭ്യാസങ്ങളൊക്കെ അറിയാം കേട്ടോ. ആര് ഫാദർ? പറയടാ, എനിക്കിതിൻ്റെ കുരുക്കഴിഞ്ഞിട്ട് വേറെ വഴിക്ക് പോകാനുള്ളതാ. പറ അമ്മ. ചേച്ചി, ഇന്ന് രശ്മിയുടെ ബർത്ത്ഡേയാ. രാത്രി ഒരു പാർട്ടി നടക്കുന്നുണ്ട് അവളുടെ വീട്ടിൽ. ക്ലാസ്സിലെല്ലാവരും പോകുന്നുണ്ട്. ഞാനും കൂടി പോയിക്കോട്ടെ? വേണ്ട. എന്താ ചേച്ചി, പ്ലീസ്. രാത്രി പാർട്ടികൾക്കൊന്നും പോയി നീ ഇപ്പോഴേ ശീലിക്കണ്ട. പോയിരുന്നു പഠിക്കാൻ നോക്ക്. അധികം ലേറ്റ് ആവല്ലേ? ചേച്ചി അറിഞ്ഞ എന്നെ കൊല്ലും. നിന്റെ ചേച്ചി കൊടുത്തൊക്കെ ആര് പോയി പറയാനാ? നീ ടെൻഷൻ ആവാതെ. നിങ്ങൾ തുടങ്ങിയോ? നിന്റെ വീട്ടിലെന്ന് പറഞ്ഞിട്ട് ഞാൻ ചാടിച്ചില്ലേ? ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. രശ്മിയുടെ വീടല്ലേ? അതെ. അവിടെ പാർട്ടി കഴിഞ്ഞോ? പാർട്ടി? എന്ത് പാർട്ടി? അല്ല, ജെസ്സി വന്നില്ലേ ഇവിടെ? ഇല്ല. ഇപ്പോഴാണ് നിന്നെ കാണാൻ ഓക്കെ. അതവിടെ ഇരിക്കട്ടെ. ഇപ്പം നിന്നെ കാണാൻ നല്ല ക്യൂട്ടാണ്. എടാ മാറി, ലേറ്റ് ആയി. വാ.
ഒരു ഉമ്മ പ്ലീസ്, ഒറ്റ തവണ പ്ലീസ് പ്ലീസ്. ജിസി, വയസ്സുള്ള ഒരു പയ്യൻ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വേറെ എങ്ങനെ റിയാക്ട് ചെയ്യാനാണ്? ജെസ്സിയെ വീട്ടിലാക്കിയിട്ട് ഞാൻ വീണ്ടും ആക്സിഡൻറ്റ് നടന്ന സ്ഥലത്തേക്ക് പോയി. പക്ഷേ അപ്പോഴേക്കും ആരൊക്കെയോ വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നു. ഇത് മറ്റാർക്കെങ്കിലും അറിയോ? ആനന്ദിനും പിന്നെ അമ്മയ്ക്കും. വേറെ ആർക്കും അറിയില്ല. പിന്നെ എൻ്റെ ഫ്യൂച്ചർ ഓർത്ത് അമ്മയെല്ലാം ഒളിപ്പിച്ച് വെച്ചു. ആ കാർ എവിടെയുണ്ട്? അതിനി വേറെ ആർക്കും കിട്ടില്ല. അത് ഞങ്ങൾ നശിപ്പിച്ചു കളഞ്ഞു. സിദ്ധാർത്ഥ്, നീ പറഞ്ഞത് കള്ളമാണ്. നിന്റെ നാവ് പറയുന്ന കള്ളം നിന്റെ കണ്ണ് ആവർത്തിക്കുന്നില്ല. ഇനി ഞാൻ എത്ര ചോദിച്ചാലും നീ ഇതിൽ കൂടുതലൊന്നും പറയില്ല എന്നും എനിക്കറിയാം. കുഴപ്പമില്ല, ഞാൻ കണ്ടുപിടിച്ചോളാം. സിസ്റ്റർ വാ. ജെസ്സിയുടെ ഫോണിന് എന്താ പറ്റിയേ? വിളിച്ചിട്ട് കിട്ടുന്നില്ല. അത് കേടാ. ഇത് പിടിക്ക്. അമ്മയെ എവിടെ? സിസ്റ്റർ ഇരിക്കേ, ഞാൻ ചായ എടുക്കാം. ഉറങ്ങുവാണോ? ആ, ഇവിടെ ഉണ്ട്, ഞാൻ വിളിക്കാം. സിസ്റ്റർ ഇരിക്കേ. അമ്മയ്യ, മോളെ എന്തു പറ്റി മോളെ? സിസ്റ്ററെ, എന്നെ ഇവിടെ പൂട്ടിയിട്ടിരിക്കുക സിസ്റ്ററെ, കുറേ ദിവസമായി. ജെസ്സി, എന്താ ഇത്? സിസ്റ്റർ, അത് എന്നെ ഇവിടുന്ന് തുറന്നു വിടാൻ പറ സിസ്റ്ററെ, എനിക്ക് വിശക്കുന്നു. ഇതിനാണോ എന്റെ കുട്ടി നീ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? സിസ്റ്റർ, ഞാൻ പറയാം. എന്തു പറയാന്ന്? മുറിയുടെ താക്കോൽ എവിടെ? അയ്യോ സിസ്റ്റർ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. സിസ്റ്റർ, ഇവ തുറക്കല്ലേ സിസ്റ്റർ. മാറി നിൽക്ക്. മാറി നിൽക്കാൻ പറയുന്നൊന്ന് കേക്ക് സിസ്റ്റർ, പ്ലീസ്. അയ്യോ അമ്മയാ, അമ്മയാ, അമ്മയാ. എന്താ ഫാദർ, അമ്മയാ. മയക്കെന്ത് പറ്റി? അവൾ ഇറങ്ങി ഓടി. ഈ വഴി പോയി നോക്കാം, ഞാനിങ്ങനെ പോകാം.
എന്താടാ? ഫാദർ, സിദ്ധാർത്ഥ്. ഹലോ സിദ്ധാർത്ഥ്. ഹലോ ഫാദർ, അവൻ ഇവിടെ ഉണ്ട്. ഹലോ. ഹലോ. ഒന്ന് കേൾക്കുന്നേ ഫാദർ.
മതി സൂസൻ, ഇതിൽ കൂടുതൽ ഈ കുട്ടി താങ്ങില്ല. നീ എത്ര ശ്രമിച്ചാലും ഞാനിതിന് സമ്മതിക്കില്ല. നിനക്കിത് വെറുമൊരു ശരീരം മാത്രമായിരിക്കും, പക്ഷെ അതിനുള്ളൊരു ജീവനുണ്ട്. ആ ജീവനല്ല, ഞാനാണ് ആ ശരീരത്തിൽ ഇത്രയും നാൾ ജീവിച്ചത്. അറിയാം, പക്ഷേ നിന്റെ ആ ആയുസ് ഇന്നത്തോടെ അവസാനിക്കുകയാണ് സൂസൻ. എത്ര നാളെ കുട്ടിയെ മറച്ചു പിടിക്കാൻ പറ്റും? ഞാൻ വിട്ടുതരില്ല. എന്തിന്? നിന്റെ പക തീർക്കാൻ, പ്രതികാരം ചെയ്യാൻ അല്ലേ? പക തീർക്കാനല്ല ഞാൻ ഈ ലോകത്ത് തുടർന്നത്. എൻ്റെ മോളെ ഒറ്റയ്ക്കാക്കി പോവാൻ കഴിയാഞ്ഞിട്ടാ, അവളെ സ്നേഹിച്ച് മതിയാവാഞ്ഞിട്ടാ. എൻ്റെ ജെസ്സിയുടെ കൂടെ ഞാനൊന്ന് ജീവിച്ചു തുടങ്ങിയപ്പോൾ വീണ്ടും അവൻ വന്നു. സിദ്ധാർത്ഥ്, അതെ, ഞങ്ങളുടെ ജീവിതം തകർത്ത അവന് ഇനി അവളെ കൂടി ഞാൻ വിട്ടുകൊടുക്കില്ല. നിന്നെ ഇല്ലാതാക്കിയത് അവനല്ല സൂസൻ, അവൻ തന്നെയാണ്. ഞാൻ കണ്ടതാ. നീ കണ്ടത് പറഞ്ഞതും അല്ല സത്യം. സിദ്ധാർത്ഥ് അല്ല അത് ചെയ്തത്. സിദ്ധു, ഞാൻ വണ്ടി വിളിക്കട്ടെ? അത് വേണോ? ഓക്കെ. He was protecting her. സൂസൻ പോയതിനു ശേഷം ജെസ്സിയുടെ എല്ലാ കാര്യങ്ങൾക്കും തുണയായിരുന്നത് അവനാ. He loves her a lot. ജെസ്സിയെ സിദ്ധാർത്ഥിനെ ഏൽപ്പിച്ചിട്ട് സൂസൻ സമാധാനമായിട്ട് പോവാം. അവളെ വിട്ടു പോവാൻ എനിക്കാവില്ല ഫാദർ. പോണം സൂസൻ, പോവാതെ പറ്റില്ല. മരിച്ചുപോയവർ ജീവിച്ചിരുന്നവർക്കൊരു ഭാരമാവരുത്. ജെസ്സിയോടുള്ള സ്നേഹത്തിൻ്റെയും സ്വാർത്ഥതയുടെയും പേരിൽ നീ മറന്നുപോയ ഒരു ജീവനുണ്ട്. ഈ കുട്ടിയെക്കുറിച്ച് സൂസൻ എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇവളുടെ ജീവിതത്തിൽ നിന്ന് നീ തട്ടിപ്പറിച്ചെടുത്ത 11 വർഷങ്ങളെക്കുറിച്ച് നീ ആലോചിച്ചിട്ടുണ്ടോ? അമ്മയെ വിട്ടേക്ക സൂസൻ, അവൾ ജീവിച്ചോട്ടെ അവളായിട്ട്. ശരിയാണ്, എൻ്റെ ലോകത്ത് ഞാനും ജെസ്സിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജീവിച്ചിരുന്നപ്പോൾ ജെസ്സിയോടുള്ള സ്നേഹം ഞാൻ പ്രകടിപ്പിച്ചിട്ടില്ല. ഈ കുട്ടിയിൽ ജെസ്സിയോടൊപ്പം ജീവിച്ച കുറച്ചു നാൾ എനിക്കതിന് പറ്റി. ഒരു പ്രായശ്ചിത്തം പോലെ. ഫാദർ, എൻ്റെ മോളെ അവസാനമായിട്ട് ഞാനൊന്ന് തൊട്ടോട്ടെ.
സാർ സാറിനെ കാണാൻ ഒരു ഡോക്ടർ മുരളീധരൻ താഴെ വന്നിട്ടുണ്ട്. ഒന്ന് താഴത്തേക്ക് എല്ലാം പറഞ്ഞു. ഡോക്ടർ എന്താ ഇവിടെ? സുദർശൻ വണ്ടി കയറ്. താൻ എനിക്ക് കുറച്ച് ക്യാഷ് അറേഞ്ച് ചെയ്ത് തരണം. നമ്മൾ തമ്മിലുള്ള കണക്കുകളൊക്കെ തീർത്തതാണല്ലോ. ഡോക്ടർ പോവാൻ നോക്ക്. തിങ്സ് ഹാവ് ചേഞ്ച് സുദർശൻ. എനിക്കും തനിക്കും മാത്രം അറിയാവുന്നൊരു കാര്യം ഇപ്പം മൂന്നാമതൊരാൾ കൂടി അറിയാം. ഹലോ ഡോക്ടർ. സുദർശൻ, നിങ്ങളുടെ ശത്രു ഇപ്പം എൻ്റെ മുന്നിൽ കിടപ്പുണ്ട്. ഇൻ എ ക്രിട്ടിക്കലി ഇൻജൂർഡ് സ്റ്റേറ്റ്. ഞാനൊന്നും മനസ്സ് വെച്ചാൽ അതോടെ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തീരും. ഇപ്പം എന്താ കണ്ടീഷൻ? അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നറിയാൻ പറ്റാത്ത അവസ്ഥ കിടക്കണം. ഞാൻ എന്ത് ചെയ്യണം? അങ്ങോട്ട് തന്നെ. അതിന് വേണ്ടത് ഞാൻ തരാം. ആരാണ് അയാൾ? Susan, now you can rest in peace.